ഞങ്ങളുടെ ബൈക്ക് പാഷൻ എക്സ്പ്രോയുടെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. മീറ്റർ അഴിച്ചു മാറ്റാൻ ഈ കാണിക്കുന്ന 4 സ്ക്രൂ ആദ്യം അഴിച്ചു മാറ്റുക. ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്ക്രൂകളാണ്. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയാൽ സർവീസ് സെൻറ്ററുകൾ മീറ്റർ മാറി വയ്ക്കാൻ പറയാറാണ് പതിവ്. മീറ്ററിന് 2000-ന് മുകളിൽ വില വരും. ഇത് റിപ്പയർ ചെയ്യാൻ 150 രൂപയ്ക്ക് താഴെ വില വരുന്നുള്ളൂ. ഹെഡ്ലൈറ്റിൻ്റെ സ്ക്രൂകൾ അഴിച്ച ശേഷം ഹെഡ്ലൈറ്റ് പുറകോട്ട് വലിച്ചാൽ ഇതേപോലെ ഒരു കണക്ടർ കാണാം. ഡിസ്കണക്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് ഊരി മാറ്റാം. ഈ കണക്ടർ മീറ്ററിലേക്കുള്ള കണക്ടറാണ്. അഴിച്ചു മാറ്റാൻ ഈ കാണുന്ന 3 നട്ടും കണക്ടറും അഴിച്ചു മാറ്റുക. ഡിസ്പ്ലേ അഴിക്കാനായി മീറ്ററിന് പുറത്തുള്ള സ്ക്രൂകൾ അഴിച്ചു മാറ്റുക. മീറ്റർ അഴിക്കുമ്പോൾ ഈ കാണുന്ന വൈറ്റ് പിന്ന് മിസ്സാവാതെ സൂക്ഷിക്കണം. ഇത് കിലോമീറ്റർ റീസെറ്റ് ബട്ടണാണ്. ഡിസ്പ്ലേ അഴിച്ചു മാറ്റാൻ ഈ കാണിക്കുന്ന പിന്ന് ഒരു പ്ലെയർ ഉപയോഗിച്ച് ചെറുതായിട്ട് തിരിക്കുക. ഡിസ്പ്ലേ അഴിച്ചെടുക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. ടോപ്പിൽ കാണുന്ന ഭാഗം കുറച്ച് പൊക്കിയാൽ ഈ ഡിസ്പ്ലേ അഴിച്ചെടുക്കാം. ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് പോളറൈസർ ഫിലിം കംപ്ലൈൻ്റ് ആകുന്നതാണ്. ഡിസ്പ്ലേയുടെ പിറകിൽ ഒരു വൈറ്റ് ഫിലിം ഉണ്ട്. അതാദ്യം ഇളക്കി മാറ്റുക. ഇതാണ് പോളറൈസർ ഫിലിം. അതും ഇളക്കി മാറ്റുക. ഡിസ്പ്ലേയുടെ 2 സൈഡിലും ഈ ഫിലിം വരുന്നുണ്ട്. ബാക്ക് സൈഡിലെ ഫിലിമാണ് കംപ്ലൈൻ്റ് ആയത്. ഒരു സാനിറ്റൈസർ ഉപയോഗിച്ച് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗമ്മ് റിമൂവ് ചെയ്യുക. ഞാൻ വാങ്ങിയ പോളറൈസർ ഫിലിമിന് 150 രൂപയാണ് ആയത്. ഇതിലും ചെറിയ ഷീറ്റുകൾ കിട്ടും. ഫിലിം തിരിക്കുന്നതനുസരിച്ച് ഡാർക്കായിട്ടും ലൈറ്റായിട്ടും കാണിക്കും. ഇത് കറക്റ്റായി ഒട്ടിച്ചില്ലെങ്കിൽ ഡിസ്പ്ലേ ക്ലിയർ ആവില്ല. ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ മാത്രമേ എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നിയ ചില ട്രിക്കുകൾ ഞാനിവിടെ പറയാം. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഡിസ്പ്ലേയുടെ ബാക്കിൽ പിടിക്കുക. പോളറൈസർ ഫിലിം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് പഴയ ഡിസ്പ്ലേയുടെ നിറം വരുന്നത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ വെളിച്ചത്തിൽ കാണിച്ച് പോളറൈസർ ഫിലിം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. ഇതിൽ ഒരു സൈഡിൽ ഡാർക്ക് ബ്ലൂവും ഒരു സൈഡിൽ ഡാർക്ക് യെല്ലോവും ആയിരിക്കും കാണുന്നത്. ഇതിൽ ബ്ലൂവും യെല്ലോയും അല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഈ പോളറൈസർ ഫിലിം കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുക. പോളറൈസർ ഫിലിം മൊബൈൽ ഫോൺ സ്പെയർ പാർട്സ് കടകളിൽ നിന്നും ലഭിക്കും. ഡിസ്പ്ലേയുടെ ബാക്കിൽ വൈറ്റ് ഫിലിം ഒട്ടിക്കുന്നില്ല. കാരണം ഡിസ്പ്ലേ വയ്ക്കുന്ന ഭാഗം വൈറ്റാണ്. ചില വണ്ടികളിൽ അവിടെ വേറെ കളറായിരിക്കും. ആ വണ്ടികളിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് വെച്ചാൽ മതിയാകും. ഇത് ഉറപ്പിക്കാതെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേയിൽ റബ്ബർ വരുന്ന ഭാഗം ചെറുതായി ഒന്ന് അമർത്തി പിടിക്കുക. ബൈക്കിൻ്റെ കീ ഓണാക്കി നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ ഓക്കെ ആയി. ഇനി ഇത് കറക്റ്റായി കണക്ട് ചെയ്യാം. കണക്ഷനൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നട്ട് തിരിച്ച് ഉറപ്പിക്കുക.
ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യുക.